مساء الخير. أنا بادشة أدرس في كلية الجامعة في جامعة كيرلا. أنا طالب في الماجستير في السنة الثانية في قسم اللغة العربية وآدابها. ഞാൻ ബാദുഷ യൂണിവേഴ്സിറ്റി കോളേജിലെ അറബിക് വിഭാഗം 2ാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അറബി ഭാഷയുടെ സ്കോപ്പിനെ പറ്റിയാണ്. എത്രത്തോളം അറബി ഭാഷയ്ക്ക് സ്കോപ്പ് ഉണ്ടെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യം തന്നെ നമുക്കറിയാം, അറബി ഭാഷ എന്ന് പറഞ്ഞാൽ കേവലം ഒരു ഭാഷ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ ഭാഷ മാത്രമല്ല, 22 രാജ്യങ്ങളുടെ ഒഫീഷ്യൽ ഭാഷയായിട്ടാണ് അറബി ഭാഷ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ്റെ 6ൽ1 ഭാഷയും അറബി ഭാഷയാണ്. അങ്ങനെ ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ അറബി പഠിച്ചാൽ ഒരുപാട് നേട്ടങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ടീച്ചിങ് മേഖലയെക്കുറിച്ചാണ്. ടീച്ചിങ് മേഖലയെക്കുറിച്ച് മറ്റു വിഷയത്തെക്കുറിച്ചല്ല. അറബി താങ്കൾക്ക് ഇപ്പോൾ ഒരു അറബി വിഷയത്തിൽ നമുക്കൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ, ഒരു കേട്ടറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് UP വിഭാഗത്തിൽ നമുക്കൊരു ടീച്ചറായിട്ട് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു അവസരം ഇവിടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം, സാധാരണ ഡിഗ്രിയെ പോലെ തന്നെ ഇതിൻ്റെ എല്ലാ പർപ്പസും ഇതിനും ഈ ഡിഗ്രിക്കും കിട്ടുന്നതാണ്. നമുക്ക് UPSC വേണമെങ്കിൽ എഴുതാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ SSC, PSC എല്ലാ എക്സാമും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല മറ്റു ഡിഗ്രിക്കാർക്ക് ഇല്ലാത്തൊരു പ്രിവിലേജ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കേട്ടറ്റ് 4 കാറ്റഗറി 4 ഇതിലൂടെ നമുക്ക് നേടാൻ സാധിക്കും. അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ. പിന്നെ വേറൊരു മേഖല എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ മേഖലയാണ്. ട്രാൻസ്ലേഷൻ മേഖല അനന്തമായിട്ടുള്ള സാധ്യതകളാണ് ഇന്ന് ലോകത്തുള്ളത്. ട്രാൻസ്ലേഷൻ അത് ലീഗൽ ട്രാൻസ്ലേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ടുള്ള ഒരുപാട് എംബസികളിലുള്ള ട്രാൻസ്ലേഷൻ, പല വിധത്തിലുള്ള ട്രാൻസ്ലേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടൂറിസ്റ്റ് ഗൈഡ് മേഖലയിൽ ഒരുപാട് സാധ്യതകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗൾഫുകളിലൊക്കെ നമുക്കറിയാം, GCC കൺട്രീസിലൊക്കെ ഒരുപാട് മന്ത്രാലയങ്ങളുണ്ട്. ഈ മന്ത്രാലയത്തിൻ്റെ കീഴിലേക്ക് ഇപ്പോൾ എയർപോർട്ടിലാവട്ടെ, അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയമാകട്ടെ, അങ്ങനെ ആരോഗ്യമാകട്ടെ, എല്ലാ മേഖലയിലും നമുക്കൊരു ടൈപ്പ് റൈറ്റിംഗ് അറിയുകയാണെങ്കിൽ അവിടെയും നമുക്കൊരു ജോലി സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, ഫേസ്ബുക്ക്, യൂട്യൂബ് പോലെയുള്ള സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് ജോലി അവസരങ്ങളാണ് അറബി പഠിച്ചാലുള്ളത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മളെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് യൂട്യൂബിൻ്റെ അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ഒക്കെ ഓഫീസുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ അറബിയിൽ എന്തെങ്കിലും കണ്ടന്റ് വരികയാണെങ്കിൽ അത് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, റിപ്പോർട്ട് അടിക്കുകയാണെങ്കിൽ തന്നെ ഫേസ്ബുക്കൊക്കെ റെഫർ ചെയ്യുന്നത് നല്ല അറബി അറിയുന്ന ആളുകളെയാണ്. അപ്പോൾ അറബിയിലുള്ള കണ്ടന്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ യൂട്യൂബിനെയും ഫേസ്ബുക്കിനെയൊക്കെ അറിയിക്കാൻ ഈ അറബി പഠിച്ചവർക്ക് ഒരു സാധ്യതകളാണുള്ളത്. പിന്നെ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഗൂഗിൾ മാപ്പിൻ്റെ കാര്യങ്ങളാണെങ്കിൽ അവിടെ സ്ഥലങ്ങൾ തയ്യാറാക്കുന്ന കാര്യത്തിലൊക്കെ അറബി പഠിച്ചാൽ ഒരുപാട് സാധ്യതകളാണുള്ളത്. അപ്പോൾ നമ്മൾ അറബിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പോൾ അറബി പ്ലസ് MBA എടുക്കുകയാണെങ്കിൽ നമുക്ക് വിദേശ രാജ്യത്ത് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം നന്നായിട്ട് അറബി കൈകാര്യം ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നമ്മളൊരു MBA എടുക്കുകയാണെങ്കിൽ നമുക്ക് മാനേജ്മെൻറ്റ് പോലെയുള്ള മേഖലയിലൊക്കെ സ്കോപ്പ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടിങ് പ്ലസ് CA അല്ലെങ്കിൽ CMA പ്ലസ് അതുപോലെ തന്നെ അറബിക് പഠിക്കുകയാണെങ്കിൽ, അറബി കോഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ MSW പ്ലസ് MA അറബിക് അല്ലെങ്കിൽ BA അറബിക് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതും ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഏത് ഭാഷയാവട്ടെ, ഏതാണെങ്കിലും അതിൻ്റെ കൂടെ എക്സ്റ്റേണൽ വേറൊരു ഭാഷയും കൂടി കൂടുമ്പോൾ അത് ഒരുപാട് സ്കോപ്പാണ്. ലോകത്ത് തന്നെ പല രാജ്യങ്ങളിലും, യൂറോപ്പിലാണെങ്കിലും GCC കൺട്രീസിലാണെങ്കിലും ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഏത് ഭാഷയും തന്നെ പഠിച്ചാൽ ഒരിക്കലും നമുക്കത് നഷ്ടമാകില്ല, എന്തായാലും ഉപകാരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പിന്നീട് കാണാം.